ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക മാറി നിന്ന് നയനയും നബിയും കൂടെ പായസം കുടിക്കുന്നത് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, നീയോ കുടിക്കുക, കുറച്ച് കഴിയുമ്പോൾ അല്ലേ ഇതിൻ്റെ രസം അറിയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി നിന്ന് അവരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്നത് വേണുവിനെയാണ്. വേണു പറയുന്നുണ്ട്, ജലജയെ പോലെ എടുത്തോടെ നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്തായാലും നന്നായി, എന്നാലും അവളെങ്ങനെ ഈ കുടുംബത്തിൽ വന്ന് പിറന്നു എന്ന് ഞാൻ ഓർക്കുന്നത് എന്നിങ്ങനെ പറയുവാണ് രേവതിയോട്. അപ്പോൾ രേവതി പയ്യെ അടക്കം പറയുവാണ് കേട്ടോ, ഏയ് അതിനവൾ ഈ കുടുംബത്തിലൊന്നും അല്ല. അപ്പോഴേക്കും വേണു പറയുവാണ്, എന്തായാലും ആട്ടെ, എന്തായാലും ഇപ്പം നമുക്ക് ഇതുപോലെ ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ അവളെ കൂട്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ആകെയുള്ളൊരു മാർഗം എന്ന് പറയുവാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവിടത്തേക്ക് അനാമിക വരുവാണ്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ചേച്ചി അനിയത്തിയൊക്കെ നല്ലപോലെ പായസം തട്ടുന്നുണ്ട്, എന്തായാലും നമ്മൾ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ എത്തുന്നേ, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും വേണു പെട്ടെന്ന് പറയാം, കുഴപ്പം ഉണ്ടാവാതെ ഒന്നുമില്ല, എന്തോ ചെറിയൊരു കുഴപ്പമുണ്ട്, എൻ്റെ വയറിന് എന്തോ ചെറിയൊരു വേദന എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും രേവതിയും പറയുകയാണ്, അത് നേരാ, എൻ്റെ വയറിന് ചെറിയൊരു വേദന ഉണ്ടെന്ന് പറയുക. അപ്പോഴേക്കും അനാമിയെ 2 വായങ്ങാണ്ടേ പായസം കുടിച്ചിട്ടുള്ളൂ. അനാമിയ ചോദിക്കുകയാണ്, ഇതെങ്ങനെ പറ്റി, എനിക്ക് കുഴപ്പമൊന്നുമില്ലോ, ഞാൻ അതേ പായസമല്ലേ കുടിച്ചേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും വേണു പറയാം, അതൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വീട്ടിലോട്ട് പോവാന്ന്, അപ്പം നീ എന്നെയൊക്കെ പിടിച്ചു നിർത്തിയത് എന്ത് പറ്റാൻ, നിൻ്റെയൊക്കെ ഐഡിയ പാളിപ്പോയി, അത്രയും പറഞ്ഞിട്ട് വേണു അവിടെ നിന്ന് ഓടിപ്പോവുക കേട്ടോ ബാത്റൂമിലോട്ട്. അതേ സമയത്ത് നവ്യെ നോക്കുമ്പോഴേക്കും ജലജ ഓടുപാടെ ഓടുക കേട്ടോ വാഷ്റൂം തപ്പി. അങ്ങനെ നവ്യയുടെ മുറിയിലോട്ട് വരുന്നുണ്ട്. നവ്യ പെട്ടെന്ന് ഓടിച്ചാടി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കും കേട്ടോ. അപ്പോഴേക്കും ജലജ വന്ന് വാതിൽ തട്ടിയിട്ട് പറയുകയാണ്, ആളുണ്ടോ, ഒന്ന് പുറത്തോട്ട് ഇറങ്ങുക, എനിക്ക് അത്യാവശ്യമായിട്ട് കയറണം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ മുറി വേറെ ബാത്റൂമില്ലേ, ഈ ബാത്റൂമിൽ ഇപ്പം ഞാനുണ്ട്, ഇത് ഞങ്ങളുടെ മുറിയിലെ ബാത്റൂമാണ്, വേണേ അവിടെ പോയി കയറുമെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഇത് കേട്ട് ജലജയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, അവിടെ അനാമികയുടെ അച്ഛനും അമ്മയും കയറിയേക്കുവാന്ന് പറയുക. അപ്പോഴേക്കും നവ്യ പറയാം, ഒന്നും എനിക്കറിയണ്ട, ഇതെൻ്റെ ബാത്റൂമാണ്, ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുക കേട്ടോ. പിന്നെ വേണു അതിലെ കൂടെ പരക്കം പാഞ്ഞ് ഓടുവാണ്, ഓരോ മുറിയും തുറന്ന് അവിടുത്തെ വാഷ്റൂം എന്തെങ്കിലും തപ്പിക്കൊണ്ടിരിക്കും കേട്ടോ. അവസാനം അനാമികയുടെ മുറിയുടെ അങ്ങോട്ട് ഓടുമ്പോഴത്തേക്കും അനാമികയുടെ അമ്മ വാഷ്റൂമിൽ കയറിയിരിക്കും കേട്ടോ. എന്നിട്ട് പറയുകയാണ്, വേറെ എത്ര വാഷ്റൂമുണ്ട് മനുഷ്യ, വേറെ എവിടെയെങ്കിലും പോയി കയറുമെന്ന് പറയുക. അപ്പോൾ വേണു വീണ്ടും താഴോട്ട് ഓടുക കേട്ടോ. ഓടുന്ന വഴിക്ക് അനാമികനെ കാണുന്നുണ്ട്. എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, എന്ത് വിഷം അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുക. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞേ നീ നിൻ്റെ അമ്മയും കൂടെ വീര്യം കൂടിയത് വേണമെന്ന്, ഇപ്പം മേടിച്ചുകൊണ്ട് വന്നതിനാണോ കുറ്റം എന്നിങ്ങനെ ചോദിച്ചിട്ട് പറയുകയാണ്, വേറെ ബാത്റൂം എവിടെയാണെന്ന് പറ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടുക കേട്ടോ. അത് കഴിഞ്ഞ് അനാമികയ്ക്ക് ഭയങ്കര വയറുവേദന എടുത്ത് അനാമിക ഓടുവാണ്. പിന്നെ കാണിക്കുന്ന മൂർത്തി സാറും വൈഫും പായസം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രണ്ടുപേരും നല്ല പായസം, നയനമോൾ ഉണ്ടാക്കുന്ന പായസം ഒരിക്കലും മോശമാവില്ല എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അവരുടെ മുറിയിലെ വാഷ്റൂമിലോട്ട് ഓടി കയറും കേട്ടോ. അപ്പോൾ ജലജയുടെ ഈ ഓട്ടം കാണുമ്പോഴേക്കും മുത്തശ്ശിയും പരസ്പരം ചിരിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം അനുസരിച്ച് അവൾ വല്ലതും കട്ട് നിന്ന് കാണും, ആൾക്കാരെ പറ്റി നല്ലതൊന്നും പറയുന്ന സ്വഭാവമില്ലല്ലോ, അതുകൊണ്ട് വയറിന് എന്തെങ്കിലും അസുഖം വന്നാലും വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നവ്യ ഇവരെല്ലാം ഈ ഓടുന്നൊക്കെ കണ്ട് ഇങ്ങനെ മുറിയിരുന്ന് ചിരിക്കുവാണ്. അതുകൊണ്ട് നയന് ഓടി അങ്ങ് എന്നിട്ട് ചോദിക്കുവാണ്, ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ കഴിയുമ്പോഴേക്കും നവ്യ പറയാം, എനിക്കെന്ത് കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നയന് പറയുകയാണ്, നമ്മളും അതേ പായസമല്ലേ കുടിച്ചത്, പിന്നെന്താ അവർക്ക് മാത്രം കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എങ്ങനെ കുഴപ്പം വരാതിരിക്കും, അതല്ലേ ഓരോരുത്തർ കയ്യിലിരിപ്പെന്ന് പറഞ്ഞാൽ പിന്നെയും ചിരിക്കുവാണ് കേട്ടോ. അപ്പം നയന നവ്യയോട് ചോദിക്കുവാണ്, ചേച്ചി പായസത്തിൽ എന്തെങ്കിലും ചേർത്തോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, ഞാൻ എന്ത് ചേർക്കാനാ, നീ ആദർശേട്ടനോ ഹണിമൂൺ പോകാൻ പറ്റാത്ത സങ്കടത്തിലിരിക്കുമ്പം അനാമിക അവളുടെ അമ്മയും കൂടെ കൈകൊട്ടി ഉല്ലസിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാ. പിന്നെ അവളുടെ അച്ഛനെ വിളിച്ചു വരുത്തി എന്തോ പണി ഒപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അവരുടെ പുറകെ തന്നെ നടക്കുമായിരുന്നു. അപ്പോഴേക്കും നയന ചോദിക്കുക, എന്നിട്ട് അവരെന്ത് പണി ഒപ്പിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ നടന്ന കാര്യം പറയും കേട്ടോ. നവ്യ അടുക്കളയിലോട്ട് ചെന്നപ്പം അനാമികയും അമ്മയും കൂടെ പൊടി ഇട്ടതും പായസം കുളമാണെന്നും ഇനി ഒരിക്കലും നയന പായസം ഉണ്ടാക്കരുത് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞൊക്കെ നവ്യ പറയുവാണ്. അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും നവ്യ പയ്യെ അവരെടുത്ത് വെച്ചേക്കുന്ന ഒരു ബൗൾ പോലെ തന്നെ ഒരു പാത്രത്തിലോട്ട് ആ പൊടിയിട്ട പായസം മാറ്റുക കേട്ടോ. അതെല്ലാം കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നവ്യ പറയുന്നുണ്ട്, ഞാനാ പായസം മാറ്റി വെച്ചത്, അവരാ പൊടിയിട്ടതെടുത്ത് കുടിച്ചു, അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു എന്ന് പറയും കേട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എത്രയൊക്കെ ആയാലും ഞാനൊരു
ഗർഭിണിയാന്നുള്ള കാര്യം ഓർക്കണ്ടേ? പോട്ടെ, മുത്തശ്ശനും മുത്തശ്ശിയും പ്രായമായിട്ട് വയ്യാതിരിക്കുന്നു, അതെങ്കിലും ഓർക്കണമല്ലോ. ഇതൊന്നും ഓർക്കാണ്ട് ചെയ്തതല്ലേ, അനുഭവിക്കട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നയന പറയാണ്, എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യും ആൾക്കാരെന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ പറയാണ്, അതിപ്പോൾ നിനക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, എനിക്ക് അവളുടെ വീട്ടുകാരെ പറ്റി നല്ല സംശയമുണ്ട്. അന്ന് കൊണ്ടുവന്ന കാറില്ലേ, അതെന്തേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, അത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അവളുടെ വീട്ടിലിട്ടാൽ മതിയെന്ന് മുത്തശ്ശൻ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയാം, അതവളുടെ നല്ല സമയമെന്ന് കൂട്ടിയാൽ മതി, അല്ലാതെ എന്ത് പറയാനാ, അത് എവിടുന്നോ വാടകയ്ക്ക് എടുത്തോണ്ട് വന്നാന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പം നയന ചോദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമോ? നവ്യ പറയുന്നുണ്ട്, നിനക്ക് അവളെ ശരിക്കും പിടികിട്ടിയിട്ടില്ല, ആ കുടുംബം തന്നെ ഉടായിപ്പാ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ആ മാല പോയ പിന്നെ എനിക്ക് അവരെ ചെറിയ സംശയമുണ്ട്, അവൾക്ക് എന്തായാലും അനിയോട് സ്നേഹമൊന്നുമില്ല, എല്ലാം ആക്ടിങ്ങാ എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇവിടെ ഇപ്പം വീതം വെക്കണമെന്ന് പറഞ്ഞ് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവളും അവളുടെ കുടുംബക്കാരുമാണ്. അത്ര ആസ്തിയുള്ളവരാണെങ്കിൽ ഇതൊന്നും കാണിക്കുമല്ല, ഇതൊക്കെ വെറുതെ പൊങ്ങച്ചം കാണിക്കാനും ഇവിടെ ഉള്ളവർ സ്നേഹം പിടിച്ചു പറ്റാനും വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന. ഇന്നല്ലേ നാളെ സത്യമൊക്കെ പുറത്ത് വരുമ്പം ഈ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ തന്നെ അവളെ എടുത്ത് താഴെ ഇടും എന്ന് പറയും കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോട്ട് ജലജ കയറി വരുവാണ്. എന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, നീയൊക്കെ മനഃപൂർവ്വം കാണിച്ചതല്ലേടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, മനഃപൂർവ്വം ചെയ്താൽ നല്ല രസമുണ്ട് എല്ലാവരും ഇങ്ങനെ ഓടിക്കടിക്കുന്ന കാണാനെന്ന് പറയും കേട്ടോ. അത് നയന പറയാണ്, എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയും കേട്ടോ. അപ്പം ജലജ പറയാം, അതെനിക്കറിയാടി, നിനക്കൊന്നും അറിയാൻ പാടില്ല എന്നുള്ളത് എന്ന് പറയുമ്പോൾ നവ്യ പറയാണ്, അവൾക്കൊന്നും അറിയാൻ പാടില്ല, അത് സത്യം, എല്ലാം ചെയ്തത് ഞാനാണ്, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പോയി ചെയ്യേ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടൊക്കെ പോവാം കേട്ടോ. അത് കഴിയുമ്പോൾ ജലജയ്ക്ക് അടി കിട്ടിയ പോലെ ഒക്കെ നിൽക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഞങ്ങളാരും ഒന്നും ചെയ്തതല്ല, അവനവും കുഴിച്ച കുഴിയിൽ അവനും വീണു, അത്ര തന്നെയാണ് സംഭവിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ജലജയ്ക്കൊന്നും മനസ്സിലായില്ലേലും എന്തോ ആർക്കോ പണി പാളിപ്പോയതാ എന്നുള്ള രീതിയിൽ ജലജ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ അനാമികനെയാണ്. അനാമിക ആകെ വയറും പൊത്തിപ്പിടിച്ച് തേരാപ്പാര ഓടുക കേട്ടോ. എന്നിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം ബാക്കിയില്ല, ഇങ്ങനെ പോയാൽ ഞാൻ ചത്തുപോകും എന്ന് പറഞ്ഞിങ്ങനെ അവിടെ പെറുപെടുത്തോണ്ടിരിക്കുമ്പം നവി അവിടെ എന്തോ വായിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നവി ഇതൊക്കെ കണ്ട് ചിരിക്കുവാണ്. അപ്പം നവി ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അനാമിക്ക് ദേഷ്യം വന്നിട്ട് അങ്ങ് ചെല്ലുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എടി നീ ആലേ ഈ പരിപാടി കാണിച്ചേ, നീയും അവളും കൂടെ തന്നെയായിരിക്കും കാണിച്ചതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, നിങ്ങൾ എന്ത് മായമാടി ഇതിൻ്റെ അകത്ത് ചേർത്തെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം നവി എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, അതെ, ഞങ്ങൾ തന്നെ ചെയ്ത്, നിനക്ക് എന്താ കുഴപ്പം ചോദിക്കും കേട്ടോ. അപ്പം അനാമിക പറയുന്നുണ്ട്, ഞാനത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, വെറുതെ വിടുമെന്ന് നീ ഓർക്കണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നീയും നിൻ്റെ അമ്മയും കൂടെയാണ് പായസത്തിൽ മായം ചേർത്തേ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നോ മുത്തശ്ശനും മുത്തശ്ശിയും വയ്യാതിരിക്കുമെന്നോ പോലും നിങ്ങൾ ഓർത്തില്ല എന്ന് പറയുമ്പോഴേക്കും അനാമിക ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. എന്നിട്ട് പറയാണ്, ഞങ്ങൾ മായം ചേർത്തുന്നോ, ഞങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത്, ഞങ്ങളൊന്നും അതല്ല ചെയ്തേക്കുന്നത്, നീ ചുമ്മാ കള്ളം പറയരുതേ എന്ന് പറഞ്ഞിട്ട് നവ്യോട് പറയുകയാണ്, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം, അമ്മയും വല്യമ്മയൊക്കെ ഇങ്ങ് വരട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, നീ കൊണ്ട് കേസ് കൊടുക്കുക, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും അനാമിക പറയുകയാണ്, കേസ് കൊടുക്കുകയല്ല, ഇതിന് നിന്നെ കൊണ്ടൊക്കെ മറുപടി പറയിച്ചില്ലെങ്കിൽ എൻ്റെ പേര് അനാമിക എന്നല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കും കേട്ടോ നവ്യനെ. അപ്പം നവ്യ പറയുകയാണ്, പേര് മാറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞ് കളിയാക്കി വിടുവാണ് അനാമികനെ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് നല്ല ദേഷ്യവും അരിശമൊക്കെ വരുവാണ് കേട്ടോ. കഴിഞ്ഞ് നവ്യ മുറിയിലിരിക്കുന്ന സമയത്ത് നന്ദു വിളിക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നയനേച്ചി ആദർശേണ്ണും ടൂർ പോയോ, എപ്പോഴാണ് പോയത്, ഹണിമൂൺ ട്രിപ്പ്, എവിടേക്കാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം ആകെ വിഷമമാവുകയാണ് കേട്ടോ നവിക്ക്. നവി ഇങ്ങനെ ചിന്തിക്കുവാണ്, ഞാൻ എന്താ പറയുന്നത് ഇവരോട്, പോയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാവുകയല്ലേ എന്നൊക്കെ ഓർത്തിങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒന്നും മിണ്ടാതെ നവി ഇരിക്കുമ്പോഴത്തേക്കും നന്ദു തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ ആരോടാണ് ചോദിക്കുന്നത്, അതിന് ചേച്ചി ഇപ്പം എഴുന്നേറ്റിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ, ചേച്ചി ഇതുവല്ല അറിയാൻ സാധ്യതയുണ്ടോ, അതോ ഇനിയിപ്പം അഭി ചേച്ചി എവിടെയും കൊണ്ടുപോകാത്ത സങ്കടം കൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ നന്ദു തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം മോളെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുക കേട്ടോ. അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്ദു ഗോവിന്ദനോട് പറയുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, നവ്യേച്ചിക്കൊരു നല്ല മൂഡല്ല എന്ന് പറയും കേട്ടോ. അപ്പം ഗോവിന്ദൻ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, എങ്ങനെ നല്ല മൂഡാവാനാ, നീ അങ്ങനെയല്ലേ നവ്യയോട് പറഞ്ഞേ, നമ്മൾ എന്തുണ്ടെങ്കിലും അവൾ ഇപ്പം ഗർഭിണിയായിട്ടിരിക്കുക, അബിയുടെ കാര്യം പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തരുത്, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവരെ വിളിച്ച് അന്വേഷിക്കാം എവിടെ എത്തി എന്നൊക്കെ. അമ്മ എന്തായാലും ക്ഷേത്രത്തിൽ പോയിക്കുക, ഇന്ന് വൈകിട്ട് തൊട്ട് നമുക്കും അമ്പലത്തിൽ പോകണം,
അയ്യപ്പ വിളക്കും അയ്യപ്പ പാട്ടൊക്കെ ഉണ്ട്. മകരവിളക്ക് കഴിയുന്നിടം വരെ നമുക്ക് നോയമ്പൊക്കെ എടുക്കണം എന്നിങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് നന്ദു പറയുവാണ്, ആദർശേട്ടൻ മാറിയതിൽ സന്തോഷമുണ്ട്, അബിയും കൂടി ഒന്ന് മാറിയാൽ മതി എന്നുള്ള രീതിയിൽ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അബിയ കുടുംബത്തിലെ അല്ല, ചിലപ്പോൾ അതിൻ്റേതായ സ്വഭാവം ദൂഷ്യങ്ങളൊക്കെ അവനുണ്ടാവും. ആദർശന് അവൻ്റെ മുത്തശ്ശൻ്റെ സ്വഭാവമാണ്. പക്ഷേ നവ്യയുടെ കാര്യം ഓർത്ത് നമ്മൾ വേദനിക്കേണ്ട വരില്ല, കാരണം ആദർശം നയനയും അവരെ നോക്കിക്കോളും എന്ന് പറയും കേട്ടോ. അപ്പോഴും എന്ത് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിലും സ്വന്തം ഭർത്താവ് നോക്കുന്ന പോലെ ആവുമല്ലോ അച്ഛാ, അബി മാറുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പം മുതലേ ദൈവങ്ങളുടെ വിഗ്രഹം ഉണ്ടാക്കി ജീവിക്കുന്ന ആളാണ്. ഒരിക്കലും ദൈവം എന്നെ കൈവിടില്ല. എൻ്റെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. എന്നെ എത്ര പരീക്ഷിച്ചാലും ദൈവം കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അത് കാണാൻ എനിക്കൊരു യോഗം തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് ഗോവിന്ദൻ അവിടെ നിന്ന് പോവുക കേട്ടോ. അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്